അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണവും രക്ഷയും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദുനിയാവിലുള്ള അതേപോലെ തന്നെ ആഖിറത്തിലുള്ള സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട എന്തിനേക്കാളുമേറെ ഒരു വലിയൊരു അനുഗ്രഹമാണ് അല്ലാഹുവിൽ നിന്നുള്ള സംരക്ഷണം കിട്ടുക എന്നുള്ളത്. ആ കിട്ടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാനാണ് കർമ്മം കൊണ്ടും വിശ്വാസം കൊണ്ടും നമ്മൾ തയ്യാറാവേണ്ടത്. അവരാരാണ്? മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ മാലിക് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇപ്രകാരം കേട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ദൈവമില്ല, ഇലാഹില്ല എന്ന് പ്രഖ്യാപിച്ചാൽ, അത് ജീവിതത്തിൽ പകർത്തിയാൽ, മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ, വഖഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെയൊക്കെ നിഷേധിക്കുകയും ചെയ്താൽ, എനിക്ക് എൻ്റെ അല്ലാഹ് മതി, അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെയൊക്കെ അവൻ അംഗീകരിക്കുകയുമില്ല, അവൻ അല്ലാഹനെ മാത്രമേ അംഗീകരിക്കൂ, ദൈവത്തെ യഥാർത്ഥ ഇലാഹിനെ മാത്രമേ അംഗീകരിക്കൂ എങ്കിൽ ഹർമ മാലുഹു വദമുഹു വഹിസാബുഹു അലല്ലാഹ്, അവൻ്റെ രക്തം അവൻ്റെ സമ്പത്ത് അല്ലാഹു പവിത്രമാക്കും, അവൻ്റെ സമ്പത്തും അവൻ്റെ രക്തവും അല്ലാഹു പവിത്രമാക്കും, അവൻ്റെ വിചാരണ അല്ലാഹുവിൻ്റെ പക്കലാണ്, അവൻ്റെ വിചാരണ നോക്കിയുള്ള പ്രതിഫലം നൽകുന്നത് അള്ളാഹുവിൻ്റെ കാര്യമാണ്, അള്ളാഹു അവനെ സംരക്ഷിക്കുമെന്ന അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ രക്തവും നമ്മുടെ അഭിമാനവും നമ്മുടെ സമ്പത്തുമൊക്കെ അള്ളാഹു പവിത്രമാക്കണമെങ്കിൽ, പരലോകത്ത് പടച്ചവൻ നമ്മളെ ഏറ്റെടുക്കണമെങ്കിൽ, അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്തുമാവട്ടെ അവയെല്ലാം ഒഴിവാക്കുകയും അവരെയെല്ലാം അംഗീകരിക്കാതിരിക്കുകയും പടച്ചവനിൽ തവക്കുലാക്കി അവനെ മാത്രം ആരാധിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. അവർക്കാണ് ദുനിയാവിലും പരലോകത്തും അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടുക. ദുനിയാവിലും പരലോകത്തും സംരക്ഷണം കിട്ടണമെങ്കിൽ നമ്മുടെ ഈമാൻ, നമ്മുടെ അഅ്മാലു സ്വാലിഹാത്തുകൾ മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ല. ഈമാൻ പൊളിഞ്ഞാൽ പിന്നെ എന്ത് നിസ്കാരം, എന്ത് നോമ്പ്, എന്ത് സക്കാത്ത്, ലൈൻ അഷ്തഖ്ത ലയഹ്ബതൻ അമലുക്, റസൂലിനോട് പോലും അല്ലാഹു പറഞ്ഞ അങ്ങനെയാണ്. നീ ഷിർക്ക് ചെയ്താൽ നിന്റെ കർമ്മങ്ങൾ പൊളിഞ്ഞുപോയി. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ഷിർക്ക് ചെയ്താൽ അവരുടെ കർമ്മങ്ങൾ മുറിഞ്ഞു പോകുന്നു, പൊളിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഷിർക്കില്ലാത്ത ശുദ്ധമായ വിശ്വാസം നമുക്കുണ്ടാവണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.